ഇന്ന് നമ്മൾ നല്ലൊരു ഫിഷ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഫിഷൊക്കെ ഞാനിവിടെ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കൽവക്കോര എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. അതിൻ്റെ ആ ഒരു ചെതുമ്പലൊക്കെ നല്ലൊരു കട്ടിയുള്ളൊരു ടൈപ്പ് ചെതുമ്പലൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 5-8 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിലും പകുതിയായിട്ട് കായത്തിൻ്റെ പൊടി, നമ്മൾ സാമ്പാറിലും അച്ചാറിലൊക്കെ ഇടുന്ന ഒരു കായത്തിൻ്റെ പൊടി, പിന്നെ 3 ടീസ്പൂണോളം മുളക് പൊടിയാണ്. അപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിന് പകുതി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മാത്രം വെള്ളം, പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ എന്നിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാനിത് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മീനിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും അരപ്പിടുന്നില്ല, നമ്മൾ ഏകദേശം ഒരു പകുതിയോളം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇതൊരു 6 പീസല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ട അരപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു കാൽ മണിക്കൂറെങ്കിലും ഒന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം, അപ്പോഴേ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ ഒരു എണ്ണയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സൈഡിന് ഏകദേശം 2 മിനിറ്റൊക്കെ ഒന്ന് കുക്കായതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചിലർക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വേണ്ടി വരും, ചിലർക്ക് ഇങ്ങനെ അധികം ഞെരിയാത്തതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ആ ഒരു ഫിഷ് ഫ്രൈക്ക് കുറച്ച് അധികം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് പാനിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ പാൻ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ആ ഒരു അരപ്പൊക്കെ അടിയിൽ പിടിക്കുന്നുണ്ട്. ഏത് മീനായാലും ഈ ഒരു അരപ്പ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു മീൻ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിവിടെയൊക്കെ കലുവക്കോര എന്നാണ് പറയൽ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.